നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 6 ചൊവ്വ, കർക്കിടകം 22. ഞാൻ സുഹൈൽ മുഹമ്മദ്. ഒറ്റ രാത്രിയിൽ സർവവും മണ്ണെടുത്ത മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ ഒരാഴ്ച പിന്നിടുന്നു. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ ഇതുവരെ ജീവൻ പൊലിഞ്ഞത് 396 പേർക്കാണ്. ഇന്ന് 8-ാം നാളിലും മണ്ണാഴങ്ങളിൽ പരിശോധന തുടരും. അതിജീവിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാം, കൈകോർക്കാം, നമുക്ക് ചേർത്ത് പിടിക്കാം പ്രിയപ്പെട്ടവരെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് 24-നോടൊപ്പമുള്ള പുതിയ വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. നോവാവുകയാണ് വയനാട്. ഉരുൾപൊട്ടലിൽ തെരച്ചിൽ ദൗത്യം 8-ാം ദിവസത്തിലേക്ക് മാറുകയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 8-ാം ദിവസത്തിലേക്ക്. സൂചിപ്പാറ സൺറൈസ് വാലിയിൽ നിന്ന് പ്രത്യേക തെരച്ചിൽ നടത്തും. സൂചിപ്പാറയ്ക്കും പോത്തുകലിനും ഇടയിലാണ് തെരച്ചിൽ നടത്തുക. സൈന്യത്തിന്റെയും വനംവകുപ്പിന്റെയും 12-അംഗ സംഘത്തെ വ്യോമസേന ഹെലികോപ്റ്ററിൽ സ്ഥലത്തെത്തിക്കും. വിശദാംശങ്ങളുമായി ഇപ്പോൾ സൂർജിത്ത് അയ്യപ്പൻ ചേർന്നു. സൂർജിത്ത്, മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് പരിശോധന തുടരുമ്പോൾ തന്നെ ഈ സൂചിപ്പാറയ്ക്ക് സമീപമുള്ള ഈ സൺറൈസ് വാലിയിൽ ഹെലികോപ്റ്ററിൽ, അതായത് ദൗത്യസംഘത്തിന് ഇതുവരെ എത്താൻ സാധിക്കാത്തയിടത്ത് ഹെലികോപ്റ്ററിൽ ആളുകളെ എത്തിച്ചൊരു തെരച്ചിൽ, അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തെരച്ചിൽ. മറ്റ് തെരച്ചിലുകളുടെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട തിരച്ചിൽ എന്ന് പറയുന്നത് സൂചിപ്പാറയ്ക്ക് താഴെയുള്ള പോത്തുകൽ വരെയുള്ള ചാലിയാറിന്റെ പ്രദേശങ്ങളാണ്. ഒപ്പം തന്നെ നിലമ്പൂരിന്റെ ആ മേഖലയിലും ഈ ചാലിയാർ കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തും. പ്രധാനമായും ഈ ദൗത്യ സംഘത്തിന് എത്താൻ കഴിയാത്ത ചില മേഖലകളുണ്ട്. അവിടുത്തെ അതായത് സൂചിപ്പാറയ്ക്ക് താഴെയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത് ആ മേഖലയിലൂടെ പല ഇടങ്ങളിലും വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. 3ഓളം വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതെല്ലാം തന്നെ തരണം ചെയ്ത് കൂറ്റൻ പാറകളും മറ്റുമുണ്ട്. അതെല്ലാം തരണം ചെയ്ത് വേണം തെരച്ചിൽ നടത്താൻ. നിലവിൽ ഒരു ഭാഗത്ത് മാത്രമാണ് തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് പൂർണ്ണമായുള്ള തെരച്ചിൽ എന്നുള്ള തരത്തിലേക്ക് ഉള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഹെലികോപ്റ്റർ മുഖാന്തരം ഉള്ള ഒരു തിരച്ചിലും നടക്കുന്നുണ്ട്. അതായത് തെർമൽ സ്കാനിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഹെലികോപ്റ്റർ മാർഗമുള്ള ഒരു തെരച്ചിൽ നീക്കമുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഹെലികോപ്റ്റർ 8 മണിക്ക് SKMJ സ്കൂളിൽ നിന്ന്, കൽപ്പറ്റ SKMJ സ്കൂളിൽ നിന്ന് ഹെലികോപ്റ്റർ ആ മേഖലയിലേക്ക് പുറപ്പെടും. മാത്രമല്ല ദൗത്യ സംഘങ്ങളായി തിരിഞ്ഞ് ഇന്ന് രാവിലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് സേനാ വിഭാഗങ്ങളിലെ ഫയർഫോഴ്സും NDRF-ഉം സൈന്യവും അടക്കമുള്ള ആ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു ടീം താഴേക്ക് ഇറങ്ങും. ക്ലൈംബിംഗ് വിദഗ്ധർ അടക്കം ഈ ടീമിലുണ്ടാകും. അതായത് വടം കെട്ടി അപ്പുറത്തേക്ക് കടന്നു വേണം ഈ മൃതദേഹങ്ങളെ തിരച്ചിൽ നടത്താൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ചാലിയാറിന്റെ മേഖലകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിൽ എന്നുള്ള നിലയിലേക്ക് വീണ്ടും സജീവമായി തന്നെ സേനാ വിഭാഗങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് പലയിടങ്ങളിലും ഇന്നലെ മൃതദേഹം ലഭിച്ചു. ഇന്നലെ ആകെ ലഭിച്ചത് 6 മൃതദേഹങ്ങളാണ്. ശരീരഭാഗങ്ങളും വിവിധയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിലുള്ള തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിലേക്കാണ് കിടക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 7 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കാനുള്ള, അതായത് വെളിച്ചം വീഴുമ്പോൾ തിരച്ചിൽ ആരംഭിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. തെർമൽ സ്കാനിംഗ് അടക്കമുള്ള സംവിധാനങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തി മൃതദേഹ ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതേസമയം കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്ന അവസ്ഥയും ഉണ്ട്. ഇന്നലെ തന്നെ 189 ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഉൾപ്പെടെ 31 മൃതദേഹങ്ങളാണ് ഇന്നലെ സംസ്കരിച്ചത്. കൂട്ടക്കുഴിമാടം ഒരുങ്ങുന്നത് ഈ ഹാരിസൺ മലയാളത്തിന്റെ തോട്ടത്തിലാണ്, പുത്തുമലയിലാണ്. നേരത്തെ പുത്തുമല ഉരുൾപൊട്ടൽ മരിച്ചവർക്ക് അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏതാണ്ട് അതിനടുത്തായി തന്നെയാണ് കൂട്ടക്കുഴിമാടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ ഇന്നലെ സംസ്കാരം പൂർത്തിയായി. ഇന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിനായി ഹാരിസൺ മലയാളത്തിന്റെ 50 സെന്റ് ഭൂമി കൂടി ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ ലഭ്യമാക്കാനുള്ള ഇടപെടൽ, മാത്രമല്ല ഈ മരിച്ചവരുടെ കുടുംബങ്ങളിൽപ്പെട്ട അതിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ രേഖകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. അതെല്ലാം തന്നെ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മാത്രമല്ല ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് കെട്ടിടങ്ങളുടെ ഒരു പരിശോധന നടത്തും. അത് അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുക എന്നുൾപ്പെടെയുള്ള നിലപാടിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിലുള്ള പരിശോധന. മാത്രമല്ല എത്ര കെട്ടിടങ്ങൾ തകർന്നു എന്നതിന്റെ
കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രം ഈ വൈദ്യുതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വൈദ്യുതി വകുപ്പ് ഇടപെടുന്നുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ എല്ലായിടത്തേക്കും വൈദ്യുതി എത്തിക്കാനുള്ള നീക്കവും വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴും മുണ്ടക്കൈ മേഖല ഇരുട്ടിലാണ്. തീർത്തും ജനവാസമില്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. രാത്രിയായാൽ അവിടെ ഈ കളവ് നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണസമയം 24 മണിക്കൂറും പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് റോന്തു ചുറ്റുന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ അങ്ങനെ ഒരു പരാതികൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് അടച്ചിട്ട വീടുകളിൽ നടക്കം ഈ മോഷണം വ്യാപകമാവുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതനുസരിച്ചാണ് ഇത്തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. മന്ത്രിതല സംഘം ഇന്ന് രാവിലെ തന്നെ ഈ മേഖലയിലേക്കും എത്തും. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഇതിന്റെ പുനർനിർമ്മാണം അടക്കമുള്ള നടപടികൾക്ക് കൂടുതൽ സഹായങ്ങൾ എത്തുന്നുണ്ട്. 250 കോടിയോളം രൂപ ഇതിനകം തന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ചിട്ടുണ്ട്. 30-ാം തീയതിക്ക് ശേഷം ലഭിച്ച ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ച തുക പൂർണ്ണമായും വയനാടിനായി വിനിയോഗിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കാര്യം സർക്കാർ തന്നെ നിർവഹിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. എന്തായാലും അങ്ങനത്തെ നടപടികളെല്ലാം തന്നെ സമാന്തരമായി നടക്കുന്നുമുണ്ട്. സുഹൈൽ, സുർജിത്ത്, ഈ കാണാതായവരുടെ പ്രിസൈസ് ആയ ഒരു കണക്കെടുപ്പ് എന്തായി? അത്തരം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ക്യാമ്പുകളിൽ നിന്നടക്കം അതിജീവിച്ചവരിൽ നിന്നടക്കം ആരൊക്കെ കാണാതായി എന്നടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അതിന്റെ ഒരു പ്രിസൈസ് ആയ ഒരു കണക്കെടുപ്പ് റവന്യൂ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? അതിന്റെ ഒരു കണക്കെടുപ്പ് നിലവിൽ പൂർത്തിയായിട്ടില്ല. 200ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗിക വിവരം. അത്തരത്തിൽ ഉള്ള ആ കണക്കെടുപ്പിന്റെ അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പ് എല്ലാം തന്നെ സമാന്തരമായി നടക്കുന്നുണ്ട്. ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് പ്രത്യേകിച്ച് ഈ റേഷൻ കാർഡുകളും ഈ ഗ്യാസിന്റെ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേർ കാണാതായി എന്നുള്ളത് കൃത്യമായ രീതിയിലുള്ള കണക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും അത്തരം വിവരശേഖരണം കൂടി ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് വൈകാതെ തന്നെ എത്ര പേർ കാണാതായിട്ടുണ്ടെന്നുള്ളൊരു കണക്ക് റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. 200ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളതാണ് അനൌദ്യോഗിക വിവരം. സുഹൈൽ, ശരി. ദൗത്യസംഘത്തിന് ഇതുവരെ എത്തിപ്പെടാനാകാത്ത സൺറൈസ് വാലിയിൽ ഇന്ന് ദൗത്യസംഘത്തെ എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തെരച്ചിൽ തുടരും. അതിനോടൊപ്പം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തും ചാലിയാറിന് തീരത്തും തിരച്ചിൽ 8ാം നാളും തുടരും. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിൽ ഇന്നും തിരച്ചിൽ നടത്തും. രാവിലെ 9 മണിയോടെ പോത്തുകൽ മുക്കം കടവിന് താഴെ നിന്നാണ് തിരച്ചിൽ തുടങ്ങുക. പോലീസ്, ചാലിയാർ പുഴയുടെ തീരഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ, പ്രദേശവാസികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ തിരച്ചിലിൽ പങ്കെടുക്കും. നേവിയുടെ ഹെലികോപ്റ്ററും തിരച്ചിലിന്റെ ഭാഗമാകും. ഇന്നലെ ചാലിയാറിന് സമീപത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ബന്ധുക്കളായ 50ഓളം പേരെയാണ് കോഴിക്കോട് ഓമശ്ശേരിയിലെ ഹനീഫയ്ക്ക് നഷ്ടമായത്. ചിലരുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ മറ്റു ചിലർ കാണാമറയത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് ചൂരൽമലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറി താമസിച്ചതാണ് ഹനീഫയും കുടുംബവും. അഭിജിത്ത് മുഴക്കൊന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കയിലെ ഉരുൾപൊട്ടലുണ്ടാക്കിയ ആഘാതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കുടുംബമുണ്ട് കോഴിക്കോട്. വർഷങ്ങൾക്ക് മുൻപ് വയനാട് ചുരമിറങ്ങിയ ഹനീഫയ്ക്കും ഭാര്യ ഖദീജയ്ക്കും നഷ്ടമായത് ഉറ്റവരായ 50ഓളം പേരെയാണ്. ചിലർ ക്യാമ്പുകളിലും കഴിയുന്നു. നമുക്കൊപ്പം ഖദീജുമ്മയുണ്ട്. ഉമ്മ, ഒത്തിരി പേരെ നഷ്ടപ്പെട്ടു അല്ലേ? നമുക്ക് ഒരു പെരയിൽ 11 ആൾ നഷ്ടപ്പെട്ടു. ഒരു പെരയിൽ അതിൻ്റെ ആങ്ങളുടെ ഓളും മക്കളും എല്ലാം ഉണ്ട്. അവിടെ 11 ആളുണ്ടായിരുന്നു. 11 ആളും നഷ്ടപ്പെട്ടു. പിന്നെ ഒരു പെരയിൽ എൻ്റെ ആങ്ങളി, വേറെ ഒരു വാപ്പി, പിന്നെ നാസർ എന്ന് പറയും, നാസറും പിന്നെ റൂവിയ കഴിച്ചിലായിപ്പോയി. എൻ്റെ മോനുണ്ടായിന്, അതും നഷ്ടപ്പെട്ടു അവിടെ ആ പെരയിൽ. കുറേ പേര് ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നുണ്ടോ? ഓ, ക്യാമ്പുകൾ കഴിയുന്നുണ്ട്. ക്യാമ്പുകൾ കഴിയുന്നുണ്ട്. വാടകയ്ക്ക് ഇപ്പോൾ ഒരു കൂട്ടർ മേപ്പാടി എവിടെ കാപ്പക്കൊല്ലി താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ എല്ലായിട്ട് അവിടെ ഒരു കൂട്ടർ അവിടെ ഇരുട്ട് ഒക്കെ ക്യാമ്പിലാണ്. പിന്നെ എല്ലാവരൊക്കെ ഉമ്മയും ഉപ്പയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടത്തേക്ക് മാറിയതാണല്ലേ? ഇവിടത്തേക്ക് മാറിയതാണ്. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ്. മാറിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും വരും പോവുകയൊക്കെ ചെയ്യും. അവരെന്നെ കാര്യമായിട്ടില്ലത് ഞങ്ങൾക്കില്ലത്. മക്കളൊക്കെ ഞങ്ങൾക്കില്ലത്. ഏട്ടൻ്റെ മക്കളും ഉമ്മാൻ്റെ മക്കളും എല്ലാം അവരെന്നെ ഞങ്ങളെ നോക്കലൊക്കെ. ഏട്ടൻ്റെ മക്കൾ, ബാപ്പൻ്റെ ഏട്ടൻ്റെ അപ്പൊക്കെ പറയാൻ കഴിയൂല, അവിടെ കിടക്കുകയാണ്. ഏട്ടൻ്റെ മക്കൾ ഒരു കുടുംബത്തിൽ സുലിമുവിൻ്റെ ഭർത്താവ്, 2 മക്കൾ, മരുമക്കൾ അവിടെ നഷ്ടപ്പെട്ടു.
ഈ അടുത്തെങ്ങാണ്ട് നിങ്ങൾ അവിടത്തേക്ക് പോയിരുന്നോ? വീട്ടിലേക്കൊക്കെ പോയിരുന്നു? ഒരു 2 മാസമായിട്ടേ ഉള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട്. മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോയി വന്നതാണ് ഞങ്ങൾ. ഭയങ്കര വിഷമമാണ് ഞങ്ങൾക്ക്, പറയാൻ പറ്റാത്ത വിഷമം പറഞ്ഞേ ഇല്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കുന്നുണ്ട്. അവിടെ പോയാൽ അവിടെ ഇങ്ങോട്ട് വരാൻ തോന്നൂല. അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ അവിടെ മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലം. പ്രിയപ്പെട്ടവരെ ഇനി കാണാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നടുക്കത്തോടെ നിൽക്കുകയാണ് ഈ കുടുംബം. കോഴിക്കോട് നിന്ന് രജീഷ് കരിവെള്ളൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ അഗ്നിരക്ഷാസേനയുടെ കയറിൽ തൂങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ ഡോക്ടറുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. മലപ്പുറം ചേളാരി സ്വദേശി ലബ്ന മുഹമ്മദാണ് ആ ഡോക്ടർ. കോഴിക്കോട് മിംസിൽ ജോലി ചെയ്യുന്നു. സാഹസിക ദൗത്യത്തിന്റെ അനുഭവം ലബ്ന 24നോട് പങ്കുവെക്കുകയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് മൈസൂരുവിലായിരുന്ന ഡോക്ടർ ലവ്ന മുഹമ്മദ് ഉമ്മ പറഞ്ഞാണ് അപകടത്തെക്കുറിച്ച് അറിഞ്ഞത്. പിന്നെ നേരെ ദുരന്തഭൂമിയിലേക്ക്. അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകൾ ഏറെ വേദനാജനകമാണ്. ആ അനുഭവങ്ങൾ നമുക്കൊപ്പം പങ്കുവെക്കുകയാണ് ഡോക്ടർ ലവ്ന മുഹമ്മദ്. അവിടെ ചെന്നുപെടുമ്പോൾ ഒപ്പം തന്നെ ആ രക്ഷാപ്രവർത്തനം അതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഒരു ഇപ്പോഴും മനസ്സിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാഴ്ചകൾ തന്നെയായിരുന്നു. കാരണം ഞാൻ പോകുന്നത് ഒരു ഇനീഷ്യൽ ഫേസിലാണ്, ഇനീഷ്യൽ ഇവാക്യുവേഷൻ്റെ ഒരു ടൈമിൽ, റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ആസ്റ്ററിൽ വിളിച്ച് ചോദിച്ചു, ടീമിനെ സെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ മേപ്പാടിയിൽ നിന്ന് ജോയിൻ ചെയ്തു. ഞങ്ങൾ ചൂരൽമലയിൽ പോയി. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത്, നിങ്ങൾ അവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളി, ഇപ്പോൾ ആവശ്യമില്ല, ബോഡിയാണ് വരുന്നത്, ഇനി ഒരു ഉരുൾപൊട്ടലും കൂടി ഒന്നും കൂടി പൊട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. ഞങ്ങളെന്നാലും എന്താണെന്ന് അറിയണമല്ലോ. ലൈക്ക് നമുക്കറിയില്ല, ബോഡി മാത്രമല്ല, മനുഷ്യന്മാർ, ജീവനുള്ള മനുഷ്യന്മാരും ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടേക്ക് താഴേക്ക് പോയി നോക്കിയതാണ്. അപ്പം കണ്ടപ്പോൾ ഈ 2 കരയിലായിട്ടാണല്ലോ ഉള്ളത്. അപ്പം ഇവിടെ നിന്ന് ഞാൻ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവർ ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറാണ്, മിംസിലെ ഡോക്ടറാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ഓക്കെയാണ്, തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ എല്ലാ ഹെൽപ്പും ചെയ്ത് അവിടെ എത്തിച്ചത് റോപ്പിൽ. ഫയർഫോഴ്സിൻ്റെ കയറിൽ തൂങ്ങിയാണ് മറുകര എത്തിയത്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ്, അവരൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതെ. കുട്ടി ഉണ്ടായിരുന്നു, ഒരു 3 മാസം പ്രായമുള്ള. അപ്പോൾ ഈ കുഞ്ഞിനെ എന്തായാലും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം, കാരണം അവിടെ വയ്ക്കാൻ പറ്റില്ല, കോടയൊക്കെ നിറയുന്നുണ്ടായിരുന്നു, തണുപ്പ് കൂടുന്നുണ്ടായിരുന്നു. 3 മാസമേ ഉള്ളൂ ചെറിയ കുട്ടിയാണ്. കൊണ്ടുവന്ന കോട്ടൺ റോളൊക്കെ വെച്ചിട്ട് ഒന്ന് വാമാക്കി, പിന്നെ ടവലൊക്കെ വെച്ച് കുട്ടിനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കെട്ടി കവർ ചെയ്തിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ നിഖിലാണ് അത് കൊണ്ടുപോയത്. പൊതുവേ ലവ്നയെ കുറിച്ച് പറയുന്നത് അത്ര ധൈര്യശാലിയല്ല, അങ്ങനെ കയറിൽ തൂങ്ങി മറുകരത്താനുള്ള ഒരു ധൈര്യശാലിയൊന്നും അല്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. എങ്ങനെയാണ് ആ സമയത്ത് ആ ഒരു ആത്മധൈര്യം വന്നതാണോ? ധൈര്യം എന്ന് പറഞ്ഞാൽ, ധൈര്യശാലി ഇല്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് ഹൈറ്റിനോട് പേടിയാണ്. ഞാൻ പൊതുവെ ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടൊരാളാണ്, കുറച്ച് ബഹളമൊക്കെ വെച്ച് നടക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഹൈറ്റ് പേടിയാണ്. ഹൈറ്റിൽ നിന്ന് വെള്ളം കാണുന്നത് ഭയങ്കര പേടിയാണ്. ആ സമയത്ത് ഭയത്തിനൊന്നും പ്രസക്തിയില്ല. ഭയങ്ങളൊക്കെ എന്താ, അതിൻ്റെ അപ്പുറം അത്രയും ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു ജനത ഉണ്ടാകുമ്പോൾ അതിനവിടെ ഇതിനൊന്നൊരു പ്രസക്തി ഇല്ലാണ്ടായി മാറും. നമ്മൾ ഭയമൊക്കെ പോവും, അതിലൊന്നൊരു കാര്യമില്ല എന്ന് മനസ്സിലാവും. രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ ആ ധൈര്യത്തിനും ബിഗ് സല്യൂട്ട്. താങ്ക് യു. കോഴിക്കോട് നിന്ന് രജീഷ് കരിവെള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. മുണ്ടക്കൈ ദുരന്തം നടന്ന ആദ്യ മണിക്കൂർ മുതൽ സേവനത്തിലേർപ്പെട്ടവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുന്നത്. നിലവിളി ശബ്ദമിട്ട് 24 മണിക്കൂറും ചീറിപ്പായുന്ന ആംബുലൻസുകളാണ് കൽപ്പറ്റ, മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ കാണാനാവുക. ദുരന്തം നടന്ന് 8 ദിവസമാകുമ്പോൾ ആദ്യ ദിനം കണ്ട പല മുഖങ്ങളും വാടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിശ്ചയദാർഢ്യവും ആത്മാർത്ഥതയും കൈമുതലാക്കിയ സ്വകാര്യ ആംബുലൻസ് ജീവനക്കാർ രാപ്പകലില്ലാതെയാണ് ഭക്ഷണം പോലും കഴിക്കാതെ മോർച്ചറിയിലും ആശുപത്രികളിലും രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലകളിലുമെല്ലാം കഴിയുന്നത്. പല പാർട്സുകളായിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ കിട്ടിക്കൊണ്ടുവരുന്നത്. പിന്നെ 10 അല്ല 20 അല്ല 30 അല്ല കൂടിക്കൂടി വരുന്നത്. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ ഞങ്ങൾ മുമ്പിൽ നിന്ന്
ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്കൊരു സന്തോഷം. ഞങ്ങൾ കഴിയുന്ന രീതി ഞങ്ങൾ എല്ലാ ആംബുലൻസ് ഡ്രൈവർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ദുരന്തം നടന്ന ദിവസം പുലർച്ചെ എത്തിയതാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർ. സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് മിക്ക ഡ്രൈവർമാരും ആംബുലൻസുകളിൽ ഡീസൽ പോലും അടിക്കുന്നത്. ഈ ദുരന്തം അറിഞ്ഞത് മുതൽ 30-ാം തീയതി രാവിലെ മുതൽ നമ്മളെ സന്നദ്ധ സംഘടനകൾ എല്ലാ സംഘടനയും കൂടി നമ്മൾ ആംബുലൻസുകൾ ഇവിടെ എത്തിക്കുകയും അതിനുവേണ്ട എല്ലാ രക്ഷാപ്രവർത്തനവും രാപ്പകലില്ലാതെ ഓരോ നിമിഷവും ഭക്ഷണം കഴിക്കാതെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വാഹനം ഓടിക്കുന്നതിനു പുറമെ മൃതദേഹം എടുത്തുവെക്കാനും ഇൻക്വസ്റ്റ് നടത്താനും ബന്ധുക്കളെ സഹായിക്കാനുമെല്ലാം ഇവർ തന്നെയാണ് മുമ്പിൽ. രാപ്പകൽ വ്യത്യാസമില്ലാതെ കഴിഞ്ഞ 8 ദിവസമായി തുടരുന്ന ഈ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷാദ് റഹ്മാൻ, 24 വയനാട്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ സാന്ത്വന യാത്ര നടത്തി കണ്ണൂർ പാനൂരിലെ ബസ് കൂട്ടായ്മ. പാനൂരിൽ 50 ബസ്സുകളാണ് കഴിഞ്ഞ ദിവസം നടന്ന സാന്ത്വന യാത്രയിൽ പങ്കെടുത്തത്. ഇതിലൂടെ സമാഹരിച്ച തുക നാളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ഒരായുസിൽ സ്വരുക്കൂട്ടിയതെല്ലാം ഉരുളെടുത്ത വയനാട്ടിലെ മനുഷ്യർക്ക് സാന്ത്വനമേകുകയാണ് ലക്ഷ്യം. ബസ്സുടമകളും ജീവനക്കാരും ഒരേ മനസ്സോടെ ഒരുമിച്ചതോടെ പാനൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന 50 ബസ്സുകൾ സാന്ത്വനയാത്രയുടെ ഭാഗമായി. ബസ് ജീവനക്കാരുടെ നല്ല മനസ്സിന് യാത്രക്കാരും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ യാത്ര സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക കൂടിയായി. വയനാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സംഭാവന നിങ്ങൾ കൊണ്ട് കഴിയുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റിന് കൊടുക്കുന്ന തുക മുഴുവൻ ഇതിൻ്റെ വലിയ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇന്ന് മാറ്റിവെക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമ്മുടെ സഹോദരിമാരോട്, നമ്മുടെ സഹോദരന്മാരോട്, നമ്മുടെ മക്കളുടെ അവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയാണ്. സമാഹരിച്ച തുക നാളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറാനാണ് തീരുമാനം. കഴിഞ്ഞ പ്രളയകാലത്തും ബസ് കൂട്ടായ്മ പ്രത്യേക സർവീസ് നടത്തിയിരുന്നു. 24 കണ്ണൂർ. ഉരുൾപൊട്ടൽ സകലതും തൂത്തെറിഞ്ഞ വയനാടിനായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക മാറ്റിവെച്ച 4ാം ക്ലാസ്സുകാരനായ ഭിന്നശേഷിക്കാരൻ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ശരൺ കൃഷ്ണനാണ് പെൻഷൻ തുകയും തന്റെ കുടുക്കയിലെ സമ്പാദ്യവും വയനാടിനായി നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടെലിവിഷനിൽ കണ്ടത് വയനാടിന്റെ തീരാദുഃഖം. ജീവൻ നഷ്ടമായവരുടെയും പരിക്കേറ്റവരുടെ അതിജീവന കഥയുമൊക്കെ ടി വിയിലൂടെ കണ്ടു. ഇതോടെയാണ് തന്റെ ഭിന്നശേഷി പെൻഷൻ തുക പൂർണ്ണമായി വയനാടിന് നൽകാൻ ശരൺ കൃഷ്ണ തീരുമാനിച്ചത്. എനിക്ക് ടി വിയിൽ കണ്ടപ്പോൾ എല്ലാവരും കൊടുക്കണ്ട, അപ്പോൾ എനിക്കും കൊടുക്കണമെന്ന് തോന്നി. മകൻ കുറേ ദിവസമായി വാർത്തകൾ കണ്ടുള്ള വേദനയിലായിരുന്നുവെന്നാണ് ശരണിന്റെ അമ്മ പറയുന്നത്. ടി വി ന്യൂസൊക്കെ കാണുമ്പോൾ അതിൽ കണ്ടിട്ട് പിന്നെ എല്ലാവരും സ്പോൺസർ ചെയ്യുന്നതൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇവനോട് പറയുകയും ചെയ്യും. അപ്പോൾ ഇവനത് കാണുമ്പോൾ സങ്കടമാവും. കുട്ടികളുടെയും സ്കൂൾ ടീച്ചേഴ്സുമാരൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ബോഡി തിരിച്ചറിയുന്നില്ല എന്ന് ടീച്ചേഴ്സുമാർ പറയുമ്പോൾ അത് സങ്കടം. ചെറിയ ചെറിയ കുട്ടികൾ ഓടിച്ചാടി കളിച്ചിട്ട് അവർ കരയുമ്പോൾ ഇവന് സങ്കടം, എനിക്ക് സങ്കടം. അപ്പോൾ ഇവൻ പറയും അത് കാണണ്ട എന്ന് പറയും. അപ്പോൾ സ്പോൺസർ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ പറയുമ്പോൾ അവനറിയാം അതിൽ ചെറിയ ചെറിയ എമൗണ്ട്, ഒരാഴ്ചത്തെ പെൻഷൻ, ഒരാഴ്ച ഇങ്ങനെ ഒരമ്മമാർ ചെയ്യുമ്പോൾ അവനും കണ്ടിട്ട് ഞാനും കൊടുക്കാമെന്ന് പറയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചെയ്താൽ ഞാനും കൊടുക്കാം, എൻ്റെ ഉടുക്ക പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അതിൽ വലിയ എമൗണ്ട് ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പെൻഷൻ വരുന്നുണ്ട്, അപ്പോൾ ശരിയെന്നാൽ അത് 2 മാസത്തെ പെൻഷനായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ട് ശരിയെന്നാൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. വലിയ ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെയാണ് ശരണിന് ഭിന്നശേഷി പെൻഷൻ തുക പൂർണ്ണമായി ലഭിച്ചത്. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ സക്ഷമയ്ക്കാണ് 4ാം ക്ലാസ്സുകാരൻ തുക കൈമാറിയത്. 24 പാലക്കാട്. തന്റെ ലേഖന സമാഹാരം വിറ്റുകിട്ടിയ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത വ്യവസായ മന്ത്രി പി രാജീവ്. ഹരിതം ബുക്സ് പ്രസിദ്ധീകരിച്ച പി രാജീവിന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ സമാഹാരം ഇന്നലെ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. പലപ്പോഴായി പി രാജീവ് എഴുതിയ ലേഖനങ്ങളാണ് ഹരിതം ബുക്സ് പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയത്. ആദ്യം വിൽപ്പന നടത്തിയ 100 കോപ്പിയുടെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി.
കമ്മ്യൂണിസത്തിനൊപ്പം പാരിസ്ഥിതിക രാഷ്ട്രീയവും പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. Death is not misfortunate for him who dies, but for him who survives. മരണം എന്നുള്ളത് മരിച്ചാളെ സംബന്ധിച്ചുള്ള നിർഭാഗ്യമല്ല, ജീവിച്ചിരിക്കുന്നവർ അവശേഷിക്കുന്നവർക്കും അതിജീവിച്ചവർക്കാണ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, പ്രൊഫസർ MK സാനു എന്നിവർ ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. 24 കൊച്ചി. വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് 100 വീടുകളോ 100 വീടുകൾക്ക് ആവശ്യമായ സ്ഥലമോ നൽകുമെന്ന് പണ്ഡിതനും വാഗ്മിയുമായ അബ്ദുൽ ലത്തീഫ് സക്കാഫി അറിയിച്ചു. മദനിയം ആത്മീയവേദിയുടെ പേരിലാണ് ഇത് നൽകുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി വഴിയായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു. മദനിയം ആത്മീയം വേദികളിലെ പഠിതാക്കളും പദ്ധതിയുടെ ഭാഗമാകും. 4 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന മദനിയം ആത്മീയ വേദി വഴി ഇതുവരെ 20 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. പാവപ്പെട്ടവർക്ക് 111 വീടുകൾ നിർമ്മിച്ചു നൽകി. 40 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മദനിയം 111ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. 40ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു മഹാദുരന്തത്തിൻ്റെ വല്ലാത്ത വേദനയിലും വിഷമത്തിലുമാണ് നമ്മളുള്ളത്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദിനോട് ചേർന്ന് 100 വീടുകളോ അല്ലെങ്കിൽ 100 വീടുകൾക്ക് സമാനമായ സ്ഥലങ്ങളോ മദനീയം നൽകുവാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച ഒരു മഹാദുരന്തത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വാർത്തകളും വിഷമിക്കുന്ന അവസ്ഥകളും കാണുമ്പോൾ തീർച്ചയായും ആ മഹാപദ്ധതിയിൽ മദനീയവും ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് എവിടെയാണ് ഈ സ്ഥലം, അല്ലെങ്കിൽ വീടുകൾ വെച്ചു കൊടുക്കും? വയനാട് തന്നെയല്ലേ? തീർച്ചയായും വയനാട് തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ സ്ഥലം കാണുകയും ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്ത ഇടക്കാല ഉത്തരവിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് PM മനോജിന്റെ ബെഞ്ച് വിശദമായ വാദം കേൾക്കും. സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടതെന്ന് വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടിൽ 233 പേജുകൾ മാത്രമാണ് പുറത്തുവിടുന്നത്. ഹർജിക്കാരൻ കമ്മിറ്റിയുമായി ബന്ധമില്ലെന്നും മറ്റാർക്കോ വേണ്ടി സംസാരിക്കുകയാണെന്നും വിവരാവകാശ കമ്മീഷൻ വാദിച്ചു. നടുക്കുന്ന ഓർമ്മകളിൽ പെട്ടിമുടി. നാല് വർഷങ്ങൾക്ക് മുമ്പ് 2020 ഓഗസ്റ്റ് 6 രാത്രിയിലാണ് ഇടുക്കി പെട്ടിമുടിയിൽ ഉരുൾപൊട്ടിയിൽ ലയങ്ങൾ തകർന്ന് 70 പേർ മരിച്ചത്. മറ്റൊരു ദുരന്തം ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ വയനാടിനെ വലയ്ക്കുമ്പോൾ ഇടുക്കിയിലെ ദുരന്തത്തിന്റെ ഓർമ്മകളിലേക്കാണ്. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി രാജമലയിലെ പെട്ടിമുടി. രാത്രി 11 മണിയോടടുക്കുന്നു. കനത്ത മഴ. കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷനിലെ 22 തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ചിരുന്ന 4 ലയങ്ങളിലുള്ളവർ പകൽ സമയത്തെ അധ്വാനത്തിനു ശേഷം ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് 3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഈ ലയങ്ങൾക്ക് മേലേക്ക് ഉരുൾ പൊട്ടിയിറങ്ങിയത്. പ്രദേശത്ത് 10 അടി ഉയരത്തിൽ വരെ മണ്ണുമൂടി. പലയിടത്തും വലിയ പാറകൾ വന്നടിഞ്ഞു. വൈദ്യുതി ബന്ധം നിലച്ചതിനാലും മൊബൈൽ ഫോൺ കവറേജ് ഇല്ലാതിരുന്നതിനാലും ദുരന്തം പുറം ലോകമറിയാൻ വൈകി. പ്രതികൂല കാലാവസ്ഥ മൂലം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനു ശേഷം മണ്ണിനടിയിൽ നിന്നും 3 കിലോമീറ്ററിനപ്പുറം പുഴയിൽ നിന്നും വനമേഖലയിൽ നിന്നുമൊക്കെയാണ് 66 മൃതശരീരം കണ്ടെത്തിയത്. പേരാണ് ഉരുൾപൊട്ടൽ സമയത്ത് ലയങ്ങളിലുണ്ടായിരുന്നത്. കുട്ടികളടക്കം 70 പേർ മരിച്ചു. ഒരു കുടുംബത്തിലെ 21 പേരും അതിൽ ഉൾപ്പെട്ടു. 4 പേരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കാണാതായ 4 പേരെ കൂടി മരിച്ചവരായി കണക്കാക്കുകയായിരുന്നു. 12 പേർ മാത്രമാണ് ഈ ദുരന്തത്തെ അതിജീവിച്ചത്.
റിസർച്ച് ഡെസ്ക് 24.